നമസ്കാരം. പുതുമയാർന്ന ആനക്കാഴ്ചകളും ആനവിശേഷങ്ങളും അവതരിപ്പിക്കുന്ന ആനപ്പെരുമയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഞങ്ങൾ ആനപ്പെരുമയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇടത്തരം ആനയാണ്. ആന ഇടത്തരം ആനയാണെങ്കിലും ഒട്ടേറെ പ്രത്യേകതകൾ ഇവനുണ്ട്. തോട്ടാൻ കേശവൻ എന്നാണ് ഈ ഗജവീരൻ്റെ പേര്. ഇന്ന് ഉത്സവപ്പറമ്പുകളിലെ ശ്രദ്ധേയ താരമായി തോട്ടാൻ കേശവൻ മാറിക്കഴിഞ്ഞു. ഇവനെക്കുറിച്ചുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളുമായി ആനപ്പെരുമ ഇവിടെ ആരംഭിക്കുകയായി. സ്വന്തമാക്കുവാനുള്ള വഴിയൊരുക്കിയതും. തോട്ടാൻ കേശവൻ എന്ന ഈ ഗജവീരനെ ഉടമ ബേബിക്ക് വാങ്ങി നൽകുന്നത് സനൂപ് ആമ്പല്ലൂരാണ്. ഇതിപ്പോൾ എത്ര വർഷമായി ഈ ബേബിയേട്ടന് ആനയെ വാങ്ങി നൽകിയിട്ട്? തോട്ടാൻ ബേബിയേട്ടൻ്റെ കയ്യിൽ ഈ ആന വന്നിട്ട് 4ാമത്തെ സീസണാണ്. കഴിഞ്ഞ 3 സീസൺ ഭംഗിയായിട്ട് ആന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിരുന്നു. ബേബിയേട്ടൻ ആനപ്രേമത്തിൻ്റെ പുറത്താണോ താങ്കളെ സമീപിക്കുന്നത്? ബേബിയേട്ടൻ ഇങ്ങനെ ആന മേടിക്കണം എന്ന് തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. അതാരുടെയും തെറ്റല്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ആനയെ മേടിക്കാൻ രംഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. എന്താ വെച്ചാൽ ആന കൊണ്ട് നശിച്ചു പോകും. ആന ഓടണതും ചാടണതും മാത്രമാണ് ഇന്നുള്ള ഒട്ടുമിക്ക TV ചാനലുകളിലോ കാണുന്നത്. ആനയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇതുപോലെ വളരെ നല്ല അപൂർവം പ്രോഗ്രാമേ TV-കളിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന സാധാരണക്കാർ ആന മേടിച്ചാൽ നശിക്കുമെന്നുള്ള തോന്നലാണ്. അപ്പോൾ വീട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വളരെ എതിർപ്പുകൾ. വേറൊരാളാണെങ്കിൽ ആന മേടിക്കില്ല, ഉറപ്പാണ്. അപ്പുറം എതിർപ്പുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർ ആനയെ മേടിക്കാൻ അല്ലെങ്കിൽ ആനയെ മേടിക്കാൻ സന്നദ്ധനായിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടാവും. പുറം വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അയാളുടെ ലക്ഷ്യം ആനയെ മേടിക്കലായിരുന്നു. അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്തു. അതുകൊണ്ട് അയാൾക്ക് ആ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. ചില അത് ആരെതിർത്താലും ആ ലക്ഷ്യത്തിലെത്തുമെന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റ് അത് തോട്ടാൻ ബേബിയേട്ടനെ ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്.
പ്രകൃതിയുടെ മന്ത്രഭാവങ്ങൾ ഒരു ചിത്രത്തിലെന്നോണം വിരമ്പി നിൽക്കുന്ന ആസാം കാടുകളിലാണ് ഇവൻ്റെ ജനനം. അവിടെ നിന്നും ഒട്ടേറെ കൈകൾ മാറിമറിഞ്ഞാണ് തോട്ടാൻ ബേബിയിലെത്തുന്നത്. ചേർത്തല മാരാരിക്കുളം അജയകുമാറിൻ്റെ ഉടമസ്ഥതയിലായിരുന്ന ഗണേശൻ എന്ന ആനയെ ബേബി സ്വന്തമാക്കിയതോടെയാണ് ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹവാത്സല്യങ്ങളും ഏറ്റുവാങ്ങി ഇവൻ തോട്ടാൻ കേശവനായി മാറിയത്. ആനയെ വാങ്ങുന്ന കാര്യത്തിൽ സ്വന്തം വീട്ടുകാരിൽ നിന്നുപോലും ഒട്ടേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടും സ്വന്തമായൊരാന എന്ന ബേബിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വീട്ടുകാരുടെ എതിർപ്പുകൾ പോലും ഒരു വിലങ്ങുതടിയായില്ല. 2013 ബേബി ഈ ഗജരാജകുമാരനെ സ്വന്തമാക്കുന്നത്. അന്ന് 33 വയസ്സുള്ള ഒരു നല്ല കുറുമ്പൻ തന്നെയായിരുന്നു കേശവൻ. ഇവിടെ എത്തി ആദ്യകാലങ്ങളിലൊക്കെ 1-2 തവണ അല്ലറ ചില്ലറ പ്രശ്നങ്ങളും കേശവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഉടമയുടെ സ്നേഹപരിലാളനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ലഭിച്ചതോടെ ഇവൻ ആളാകെയൊന്ന് അടിമുടി മാറി. ആരെയും അടുപ്പിക്കാത്ത ഇവൻ്റെ ആ പഴയ പ്രകൃതമൊക്കെ മാറി. അത് ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, ആർക്കു വേണമെങ്കിലും അടുത്തിടപഴകാമെന്ന അവസ്ഥയിലേക്കും ഇവൻ്റെ സ്വഭാവ സവിശേഷത മാറ്റിയെടുക്കുവാൻ ഇവർക്ക് സാധിച്ചു. ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളെ വിറപ്പിക്കുകയും അതിലുപരിയായി പാപ്പാന്മാരെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു തോട്ടാൻ കേശവൻ. ഇന്ന് ബേബിയേട്ടൻ്റെ കയ്യിൽ കിട്ടിയതോടെ ആള് ഡീസൻ്റാണ്. എത്ര വർഷമായി ഈ ആനയെ സ്വന്തമായിട്ട്? ഇപ്പം 4 വർഷം മുമ്പ് മേടിച്ച് 2 കൊല്ലത്തേക്കൊക്കെ ആന ഭയങ്കര ശല്യമായിരുന്നു. എനിക്കും ഇല്ല, പാപ്പന്മാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഞാൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് പാപ്പന്മാരെ കഴിച്ചാലും ആനയ്ക്കൊരു ശല്യമില്ല. നല്ല പൂരെടുക്കും. 10-60 പരിപാടി 70 പരിപാടികൾ ആന എടുക്കും. ഒരു ശല്യവും ഇല്ല. ആർക്കും വേണമെങ്കിൽ കഴിച്ച് പൂരെടുക്കാം. മറ്റേതൊക്കെ പൂരപ്പറമ്പിൽ വരുമ്പോൾ ഈ ആന വരുന്ന പറഞ്ഞാൽ പേടിയെല്ലാവർക്കും. അപ്പോൾ ഇത്രയും പെശകനായ ഒരു ആനയെ എങ്ങനെയാണ് ഇത് പേടിക്കുമ്പോൾ എനിക്കറിയണ്ടായില്ല. ആന അത്രയും പെശകളുടെ ആനയായിരുന്നു പേടിക്കുമ്പോൾ അറിയണ്ടായില്ല. പേടിച്ചോടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആന ഭയങ്കര കുഴപ്പക്കാരനാണ്, പൂരെടുക്കില്ല, പാപ്പന്മാർ നിൽക്കില്ല. പിന്നെ ഇവൻ്റെ പ്രത്യേകതകളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഭയങ്കര ഇണക്കാന. ആർക്കും ഈ വായിൽ പാപ്പാലിനും വെച്ച് കൊടുക്കാം. എന്ത് തീറ്റ കൊടുത്താൽ ഒന്നും ചെയ്യില്ല. അതുമാതിരി ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും ഇവൻ്റെ അടുത്ത് ഭയങ്കര ഇണക്കാണ്. എല്ലാവരും ഇപ്പോൾ പാപ്പാലിനും പട്ടിട്ട് കൊടുക്കാനായാലും എന്തിനായാലും നാട്ടുകാരുണ്ടാവും അവിടെ. പിന്നെ തീറ്റ കിട്ടുന്നവരെ മറക്കില്ല ആന. എത്ര ദിവസം കഴിഞ്ഞ് വിളിച്ചാൽ ആന ഒരു വന്യജീവിയാണ്. അതുകൊണ്ട് തന്നെ ചില ആനകൾ കൂടുതലായി അനുസരണക്കേട് കാട്ടാറുണ്ട്. അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു നമ്മുടെ തോട്ടാൻ കേശവനും. എന്നാൽ ഏതൊരു ആനയെയും സ്നേഹത്തിന് മുമ്പിൽ കീഴ്പ്പെടുത്താമെന്ന് ഇവൻ്റെ ഉടമ ബേബിയേട്ടൻ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് മര്യാദക്കാരനായാണ് ഇവൻ കഴിയുന്നത്. എന്തായാലും ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കുകയും കാണുകയും ചെയ്യാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആസാമിയാണ് തോട്ടാൻ കേശവൻ. എങ്കിലും ഒരു നാടൻ ആനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണവും ഇവനിൽ പ്രകടമാണ്.
ആനകളുടെ കാര്യത്തിലായാലും മനുഷ്യരുടെ കാര്യത്തിലായാലും കുറച്ച് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്നത് ഒരൊറ്റ രാത്രി കൊണ്ടൊന്നുമല്ലല്ലോ. കാലം വെച്ച് നീട്ടുന്ന പലതരം പരീക്ഷണങ്ങളെ നേരിട്ടും പതറാതെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് ചലിച്ചുകൊണ്ടുമാണ് പലരും ചരിത്രത്തിലേക്കും അതിനപ്പുറത്തേക്കും നടന്നു കയറിയിട്ടുള്ളത്. അത്തരമൊരു സഞ്ചാരപഥത്തിലാണ് നമ്മുടെ കേശവനും. തോട്ടാൻ കേശവൻ എന്ന ഈ 37കാരനെ ആനപ്പെരുമയിലൂടെ പരിചയപ്പെടുത്താൻ വേദിയൊരുക്കിയത് ആനപ്രേമിയായ സനൂപ് ആമ്പലൂരാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴുള്ള കേശവന്റെ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും പലതും വായിച്ചെടുക്കുവാനായി. എന്താ, നിങ്ങൾ ഈ സ്ഥലമൊക്കെ അറിയുമോ? ഇവിടെ ഒരു കരിവീരൻ ചുള്ളനായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും കാണുന്നില്ലെന്ന് മാത്രം, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്നെ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഇതുവഴി ഒന്ന് കടന്നു വന്നാൽ ഞങ്ങളുടെ വിശേഷങ്ങളും കാണാം. എപ്പോഴും വലിയ വലിയ ആനകളുടെ പേരുകൾ മാത്രം ഉരിയാടാതെ എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ വിശേഷങ്ങളും ഇടയ്ക്കൊക്കെ ഒന്ന് പങ്കുവെച്ചോളൂ. പക്ഷേ ആരും ആവശ്യമില്ലാതെ ഉപദ്രവിക്കരുത് എന്ന് മാത്രം. ഇതായിരുന്നു ഇവൻ്റെ ആ നോട്ടത്തിലൂടെ വായിച്ചെടുക്കുവാനായത്. കുട്ടിക്കാലം എല്ലാവരിലും ഒരുപോലെ തന്നെയാണ്. കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും കൗതുകത്തിൻ്റെയും ആശ്ചര്യത്തിൻ്റെയും ഭാവഭേദങ്ങൾ ആ കുഞ്ഞുമുഖങ്ങളിൽ മിന്നിമാറിക്കൊണ്ടേയിരിക്കും. ഒരു മഴയുടെ താളം പേറി നടക്കുന്ന കേശവന് തൻ്റെ ബാല്യകാല സ്മരണകൾ വേദനയെ കൊളുത്തിവലിക്കുന്ന തോട്ടിമുനകളാണ്. നീറിയും നീണ്ട നെടുവീർപ്പുകളിലും സ്വയം സമർപ്പിച്ച് സമാധാനിക്കേണ്ടി വരുമ്പോഴൊക്കെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുമുണ്ട്. ഇവനെ പരിചരിക്കുന്നവർക്കും അതറിയാം. ഒന്നാം പാപ്പാൻ പാലക്കാട് സ്വദേശി സനഫ് എന്ന കണ്ണനും, രണ്ടാം പാപ്പാൻ കാളക്കല്ല് സ്വദേശി അമലും, മൂന്നാം പാപ്പാൻ പള്ളിക്കുന്ന് സ്വദേശി ജിബിയും അതറിഞ്ഞേ കേശവനോട് പെരുമാറാറുള്ളൂ. എത്ര വർഷമായി ഈ ആനയുടെ പാപ്പാനായിട്ട്? ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞു ഇതേ ആന അയച്ചിട്ട്. മുമ്പ് വലിയ പ്രശ്നക്കാരനാണ്, വഴക്കാളിയായ ഒരു ആനയായിരുന്നു. ഇപ്പോൾ ഇത്ര കാലയളവിനിടയിൽ ആന വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ കൊണ്ടു നടക്കാൻ എളുപ്പമുള്ള ഒരു ആനയാണ് അത്. ഈ ആനയെ സംബന്ധിച്ചോളം ഈ ആന ഒരുപാട് തല്ലാണ്ടും വേദി ചെയ്യാണ്ടൊക്കെ കൊണ്ടു നടക്കുകയാണെങ്കിൽ സുഖമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സ്നേഹിക്കണം, ഇടയ്ക്ക് സ്നേഹിക്കാനും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആനയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുമാതിരി തല്ലിയും കുത്തിയൊക്കെ കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനത്തെ ആനയത്. ഇത് പ്രത്യേക ഒരു സ്വഭാവമാണ്. തിന്നാൻ കൊടുക്കണതിന് മറക്കില്ല ഒരിക്കലും. അതേമാതിരി മുതലാളിയായാലും ശരി, നമ്മളില്ലെങ്കിലും മുതലാളിക്ക് വരാം, തറി കയറാം, തറി വൃത്തിയാക്കാം, ആനയ്ക്ക് വെള്ളം കൊടുക്കാം, തിന്നാൻ കൊടുക്കാം, എന്ത് വേണേൽ ചെയ്യാം. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആനയെക്കുറിച്ച് സംബന്ധിച്ചോളം. ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയി എങ്ങനെയാണ്? ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അച്ചടക്കം കൂടുതൽ ആനയ്ക്ക്. വേറെ മറ്റുള്ള ആനകളെ പോലെ അങ്ങോട്ട് തീറ്റ വയറിലോ പിടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞാൽ അനുസരിച്ച് നമ്മൾ പറഞ്ഞ ആ രീതിക്ക് തന്നെ നിൽക്കുന്നത്. പിന്നെ എവിടെ വെച്ച് കണ്ടാലും മുതലാളിയെ മറക്കില്ല ഒരിക്കലും. ഞാനുണ്ടെങ്കിലും ശരി, ആന അപ്പോൾ വിളി കേൾക്കും ആളെടുത്ത് വന്നു കഴിഞ്ഞാൽ. അവർ കൂടുള്ളവർക്കും തന്നെ നമ്മളുണ്ടായാലും മതി, 2 ആളോ 3 ആളോ ആരായാലും ശരി, നമ്മളുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ പ്രശ്നക്കാരനൊന്നുമല്ല അവൻ. കേശവന്റെ വിശേഷങ്ങൾ കൂടുതലായി അറിയുവാൻ തുടങ്ങിയപ്പോഴാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഞങ്ങൾ അറിഞ്ഞത്. ഒട്ടേറെ സുഹൃത്തുക്കളും ആരാധകരുമുള്ള കേശവന് ഒരു ആരാധിക കൂടിയുണ്ട്. ആള് ചില്ലറക്കാരിയൊന്നുമല്ല, ഒരു അധ്യാപികയാണ്. നിരവധി ആനപ്രേമികളുള്ള പൂരത്തിൻ്റെ നാട്ടിൽ ഇത്രമേൽ ആനപ്രേമം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏക പെൺതരിയാകാം ഒരു പക്ഷേ കൊടകര കാവിൽപ്പാടം സ്വദേശിയായ സ്വപ്ന ബിനീഷ്. വെറുതെ ഒരു രസത്തിനു വേണ്ടി മാത്രം ആനച്ചന്തം കണ്ടാസ്വദിക്കുന്ന ഒരാളല്ല. ആനകളുമായി ചങ്ങാത്തം കൂടാൻ സിദ്ധി ലഭിച്ച ഒരു അപൂർവ ജന്മം. ജനിച്ചതും വളർന്നതും പഠിച്ചതും ഈ അടുത്ത കാലം വരെ ജീവിച്ചതുമെല്ലാം ബാംഗ്ലൂരിലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കുട്ടിക്കാലത്ത് പോലും ഒരാനയെയോ പൂരമോ ഒന്നും നേരിൽ കണ്ട ഒരു ഓർമ്മ പോലും സ്വപ്നയ്ക്കില്ല. ഈ അടുത്ത കാലത്താണ്
സ്വപ്ന സ്വദേശമായ കൊടകരയിലെത്തുന്നത്. ഇതിനിടെയാണ് നമ്മുടെ കേശവനെക്കുറിച്ച് അറിയുന്നതും. ആനയെ അടുത്ത് കാണുവാനുള്ള ജിജ്ഞാസ അടക്കുവാനാകാതെ സ്വപ്ന കേശവനടുത്തെത്തുകയായിരുന്നു. സ്വപ്നയുടെ ആനക്കമ്പത്തിൽ അത്ഭുതപ്പെട്ട ബേബിയേട്ടനും പാപ്പാന്മാരും ആനയുടെ അടുത്ത് പോകാൻ അനുമതി നൽകി. വളരെ പെട്ടെന്ന് തന്നെ ഉടമയെയും പാപ്പാന്മാരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് സ്വപ്നയുടെ കുശലാന്വേഷണങ്ങൾക്ക് ശബ്ദം കൊണ്ടും ചലനം കൊണ്ടും ആന മറുപടി പറയാൻ തുടങ്ങി. കേവലം ഒരു ആനപ്രേമത്തിനപ്പുറം ആനകളുടെ ക്ഷേമത്തിനായി സാധ്യമായതെല്ലാം ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഈ അധ്യാപിക വിശ്വഗജ സേവാ സമിതി എന്ന പേരിൽ രൂപവൽക്കരിച്ച ആഗോള സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ്. ആദ്യമൊക്കെ ആഴ്ചയിൽ ഒരു തവണയാണ് ഇവരുടെ കൂടിക്കാഴ്ചയെങ്കിൽ ഇപ്പോഴത് മാറി ദിനം പ്രതിയായി. ദിവസത്തിൽ ഒരു തവണയെങ്കിലും കേശവനെ കാണാതിരിക്കുവാൻ കഴിയില്ല എന്നത് ഇവർക്ക് ആലോചിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ്. സ്ത്രീകൾക്ക് പൊതുവെ കടുത്ത ആനക്കമ്പം കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആനകളുടെ അടുത്തേക്ക് പോകാൻ ഒന്നുകിൽ ഭയമായിരിക്കും, അല്ലെങ്കിൽ മടിയായിരിക്കും. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമാണ് സ്വപ്ന വിനീഷ് എന്ന ഈ വനിതാ ആനപ്രേമി. തോട്ടാൻ കേശവൻ്റെ അടുത്തേക്ക് ധൈര്യമായി കടന്നു ചെല്ലുകയും ആനയോട് സംസാരിക്കുകയും അതുപോലെ തന്നെ ആനയുടെ വായിൽ ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കും. എത്ര കാലമായി ഈ ആനയോട് ഇത്തരമൊരു കമ്പനി അല്ലെങ്കിൽ കൂട്ട് തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 2 വർഷത്തിലധികമായിട്ടുണ്ട് ഈ ആനനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മിക്കപ്പോഴും വരും. ഞാൻ ആദ്യം കാണുമ്പോൾ ഇവൻ നീരിലായിരുന്നു. അപ്പോൾ തൊട്ട് ഇവൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വരും. ബേബിയേട്ടൻ എപ്പോഴും ഫുൾ സ്വാതന്ത്ര്യം. എൻ്റെ ഈ ആനഭ്രാന്ത് അറിഞ്ഞോടുകൂടെ ബേബിയേട്ടനായാലും പാപ്പന്മാരായാലും ഫുൾ ഫ്രീഡം എനിക്ക് തരാറുണ്ട് ഇവിടെ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനിവിടെ വരാറുണ്ട്. ഇപ്പോൾ ഈ പരിപാടികൾ തുടങ്ങിയ പിന്നെയാണ് വരവ് കുറഞ്ഞത്. ആദ്യമായിട്ട് ഒരു ആനയോട് ചങ്ങാത്തം കൂടി തുടങ്ങിയത് ഏതാനയാണ്? ഇവനെ തന്നെയാണ്? തോട്ടാൻ കേശവൻ, നമ്മുടെ ഇവൻ തന്നെ, തോട്ടാൻ കേശവൻ തന്നെ. കേശവന്റെ വിശേഷങ്ങൾ കേട്ടും പറഞ്ഞും സമയം പോയത് ഞങ്ങളും അറിഞ്ഞില്ല. ഇവന്റെ നടത്തത്തിന് അല്പം വേഗത കൂടി. അതിനൊരു കാരണം കൂടിയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിനായി വീട്ടിൽ നിന്നും പുറത്തു പോയാൽ ആ കാര്യം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുന്നതുവരെ വല്ലാത്തൊരു ടെൻഷനാണ് ഇവന്. തിരികെ വീട്ടിലെത്തി തൻ്റെ ഉടമയെയും വീട്ടുകാരെയുമൊക്കെ ഒന്ന് കണ്ട് അവരുമായി വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കേണ്ടേ. പിന്നെ ഉടമയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങിക്കഴിക്കണമെന്നതും അതിനുള്ള തിടുക്കവുമായിരുന്നു അവൻ്റെ നടത്തത്തിനും. അധികം ചങ്ങലക്കെട്ടുകളൊന്നുമില്ലാതെ ഇവൻ ഈ ഗ്രാമവീഥികളിലൂടെ നടക്കുമ്പോൾ ഐശ്വര്യമാണ് പിറക്കുന്നത്. ഇപ്പോൾ തന്നെ ഒട്ടേറെ പൂരപ്പറമ്പുകളിലെ സ്ഥിര സാന്നിധ്യമായ കേശവന്റെ മസ്തകത്തിൽ ഇനിയും ധാരാളം തിടമ്പുകളേറും. ഇവൻ്റെ ഈ മതഗിരി ചരൽ വാരിയെറിഞ്ഞതുപോലെ തിളങ്ങും. എണ്ണമറ്റ കരിവീര കേസരികളുടെ പട്ടികയിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് നടന്നു കയറുവാനുള്ള വാതായനങ്ങൾ കേശവന് മുന്നിൽ തുറന്നു കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ നല്ല നാളുകൾക്കായി നമുക്കും കാത്തിരിക്കാം. തോട്ടാൻ കേശവൻ എന്ന ഈ ഗജവീരൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഒരു കാലത്ത് വഴക്കാളി എന്ന പേരുദോഷം തോട്ടാൻ കേശവന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിവൻ ആള് അനുസരണശീലക്കാരനാണ്. ഉടമയുടെ മാത്രമല്ല നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയാണ്. അതുപോലെ തന്നെ പൂരപ്പറമ്പുകളിലും ഒഴിച്ചുകൂടാനാകാത്ത താരമായി ഇവൻ മാറിക്കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കൊമ്പൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.